പ്രശാന്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട ഈ കിഫ്ബി മസാല ബോണ്ട് കേസ്. അതിൽ ഇ.ഡി. കൃത്യമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇ.ഡിക്ക് ഐസക്കിനെതിരായ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ തോമസ് ഐസക്ക് നേരത്തെ മാധ്യമങ്ങളോടടക്കം പറഞ്ഞതാണ് താൻ മാത്രമല്ല ഇതിൽ കൂട്ടായ ഒരു തീരുമാനമാണ് ഉണ്ടായത്, അതിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയായിരുന്നുവെന്ന മുഖ്യമന്ത്രിയെ വിരൽ ചൂണ്ടുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു തോമസ് ഐസക്ക് സ്വീകരിച്ചിരുന്നത്. അതിൽ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് പുറമെ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വിഷ്ണു ശർമ്മ, ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ഇ.ഡി. അന്വേഷണം പിടിമുറുക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തോമസ് ഐസക്കിനെ ഇ.ഡിയുടെ നിഴലിലായിട്ട് ദിവസങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും നോട്ടീസ് നൽകിയെങ്കിലും തോമസ് ഐസക്ക് ഹാജരായതുമില്ല. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക്ക് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. അതിനുശേഷമാണ് ഒരു കത്ത് ഇ.ഡിക്ക് നൽകുന്നത്. ആ നൽകിയ കത്തിലാണ് ഇത്തരത്തിൽ ഒരു ധനമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ താൻ ചെയ്തുള്ളൂ എന്ന രീതിയിലേക്ക് ഒരു ഒഴിഞ്ഞു മാറുന്ന സമീപനം ഈ തോമസ് ഐസക്ക് സ്വീകരിച്ചത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ആ കത്തിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു വാചകം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചാണ്. അതായത് ഈ കേസിൽ തനിക്ക് മാത്രമായി യാതൊരു ബന്ധവുമില്ല. ആ ഒരു സമിതിയുടെ ഡയറക്ടർ ബോർഡിൻ്റെ ചെയർമാനായിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനം നടപ്പിലാക്കി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ താൻ ഏകപക്ഷീയമായി യാതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നൊരു മറുപടി കൂടി തോമസ് ഐസക്ക് കൊടുക്കുകയുണ്ടായി. ഇതാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയെ കേസിൽ ഇ.ഡിയുടെ നിഴലിലേക്ക് എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഗൗരവപൂർണമായ ഒരു വിഷയമാണ്. ഈ വിഷയമായിട്ട് തന്നെയാണ് ഇ.ഡി കൈകാര്യം ചെയ്യുന്നത്. ഏകദേശം ഉയർന്ന പലിശ നിരക്കിലാണ് ഈ മസാല ബോണ്ട് ഇറക്കുന്നത്. അതുമാത്രമല്ല, ഏകദേശം 2000 കോടിക്ക് അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുവാൻ ഈ മസാല ബോണ്ട് സഹായിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലും ഇ.ഡിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ടാണ് ഇ.ഡി ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. തോമസ് ഐസക്ക് 2 തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും ഹാജരായിട്ടില്ല. ഇനിയും അത് തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, തോമസ് ഐസക്കിൻ്റെതായിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ തോമസ് ഐസക്ക് ഗുരുതര ആരോപണങ്ങൾ ഇ.ഡിക്കെതിരെ ഉയർത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുവാനുള്ള ഒരു നീക്കവും ഒരു പക്ഷത്ത് നടക്കുന്നുണ്ട്. ഈ കേസുകൾ അല്ലെങ്കിൽ ഇ.ഡി എടുക്കുന്ന ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് തന്നെ തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ താൻ പോകുള്ളൂ എന്നതടക്കം ഇ.ഡിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും തോമസ് ഐസക്കിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് വീണ്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇ.ഡിയുടെ ഭാഗത്ത് പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്കാണ് ഇ.ഡി നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഏതൊക്കെ തെളിവുകളാണോ സ്വീകരിക്കേണ്ടത്, എന്തൊക്കെ വിഷയങ്ങളിലാണോ ഇതെല്ലാം സ്വീകരിച്ചു കൊണ്ടൊരു നടപടിയിലേക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നടക്കം ഇ.ഡി ശേഖരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇനിയും ഈ ചോദ്യം ചെയ്യലിനായി ഈ തോമസ് ഐസക്കിനെ വിളിച്ചേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തോമസ് ഐസക്കിന്റെ ചോദ്യം ചെയ്യൽ ഒരു നിർണായകമായി മാറുകയും ചെയ്യും. ആ ചോദ്യം ചെയ്യലിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിലായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലൂടെ ആയിരിക്കാം ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ചും ഈ എല്ലാം ഇ.ഡിക്ക് കൂടുതൽ വ്യക്തമാകുകയുള്ളൂ. ഈ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ഈ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ അന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്നത് ഈ തോമസ് ഐസക്കാണ്. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതൽ തെളിവുകൾ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയുള്ളൂ. ഇതിൽ എന്തെല്ലാം അഴിമതികളാണ് നടന്നിരിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇതിൽ ഇത്തരത്തിൽ അന്യായമായ കൊള്ളലാഭമുണ്ടാക്കുവാൻ സാധിച്ചതെന്ന് അടക്കമുള്ള വിവരങ്ങൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ അത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലിൻ്റെ നടപടിയിലേക്ക് ഇ.ഡി കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് CPM-ന്റെ നേതാക്കളെല്ലാം ഇ.ഡിയുടെ ചോദ്യം മുനയിലാണുള്ളത്. കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് AC മൊയ്തീനാകട്ടെ, അതുപോലെ തന്നെ P രാജീവ് ആകട്ടെ, ഇവരെല്ലാം ഈ ഇ.ഡിയുടെ ഒരു ചോദ്യമുനയിൽ അല്ലെങ്കിൽ ലിസ്റ്റിലൊക്കെ ഉള്ളവരാണ്. അതുപോലെ തന്നെ പല CPM നേതാക്കളും ഇ.ഡിയുടെ ഒരു
ദൃഷ്ടിപഥത്തിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ ഇഡിക്ക് മുന്നിൽ നിലനിൽക്കുന്നുമുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും, അതായത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം ഇഡിയുടെ ഒരു നീക്കങ്ങൾ നടക്കുന്നതായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ വളരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് വളരെ നിർണായകമായിരിക്കും. ആ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പങ്ക് വ്യക്തമാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്യായമായ രീതിയിൽ ഒരു കൊള്ളലാഭം ഉണ്ടാക്കുവാൻ ഈ മസാല ബോണ്ട് സഹായമായി എന്നതടക്കമുള്ള തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. കേവലം ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ തോമസ് ഐസക് ഇതിനെ നിഷേധിക്കുന്നെങ്കിലും അതിൽ കൂടുതൽ വിവരങ്ങൾ തോമസ് ഐസക്കിൽ നിന്ന് ശേഖരിക്കാനുണ്ട് എന്ന് ഇഡിക്കും വ്യക്തമായ അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വീണ്ടും തുടരെ നോട്ടീസ് നൽകുകയോ വിളിച്ചു വരുത്തുകയോ ചെയ്യും. അല്ലെങ്കിൽ ഈ തുടർന്ന് ഹാജരാകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മറ്റ് അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടക്കുവാനുള്ള സാഹചര്യമുണ്ട്. അതായത് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമീപനം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ കടുത്ത നടപടി ഇഡിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇഡിയുടെ കുരുക്ക് മുറുകയാണ്. അത് തോമസ് ഐസക്കിലേക്ക് മാത്രമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അത് മുഖ്യമന്ത്രിയിലേക്കുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഉന്നതരിലേക്കും ഈ ഇഡിയുടെ ചോദ്യം കടക്കും, അല്ലെങ്കിൽ ഇഡിയുടെ അന്വേഷണം കടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിഷ്ണു ശർമ്മ.